ഇംഗ്ലീഷ് കേൾപ്പി. പ്രസന്റ് സാർ. ഏഷ്യയുടെ വെളിച്ചെന്നറിയപ്പെടുന്നത് ആര്? ആലിയ ഭട്ട്. ഇംഗ്ലീഷ് എന്റെ സാർ ഇത് 6 ട്യൂഷനൊന്നും അല്ല. അക്ഷരവിരോധി. സാർ എങ്ങനെ മരിച്ചത്? ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള തെങ്ങിന്റെ അടുത്തൂടെ പോകുന്ന ലൈൻ വീണു. അത് മാറ്റാനായിട്ട് ലൈൻമാൻ സുരേന്ദ്രനെ ഞാൻ വരുത്തി. ഓക്കെ. ലസാഗു എന്താണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റിൽ കയറിയാ മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് രണ്ടോ അറിയുന്നു, അവണെങ്കിൽ പോയി. രാത്രി തെങ്ങിന്റെ പൊത്തി കയറി മൂത്രം ഒഴിക്കാൻ നേരത്ത് കറണ്ട് നേരെ അവിടെ വന്നു. മനസ്സിലായി. നിനക്കെന്താ ഇപ്പൊ പരിപാടി? ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച് ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ ജോബ് ബോർഡും കഴിച്ച് നടക്കുമായിരിക്കും ഇല്ലയോ? സാറേ ഞാൻ +2 കഴിഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതി ഡിഗ്രി പാസ്സായി ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കേ. സാധാരണ ഹ്യൂമാനിറ്റീസ് പഠിച്ചവരൊന്നും ഗതി പിടിക്കില്ലെന്നാണല്ലോ പൊതുവേ ഉള്ള ഒരു നാട്ടു നടപ്പ്. ഞാൻ പ്രിപ്പ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് പോയി. അവിടെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതവർ മനസ്സിലാക്കിയിട്ട് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, ഏത് കോളേജിൽ ഏത് ഡിഗ്രി എടുക്കണമെന്നൊക്കെ അവർ കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇത് ഡിസംബർ 21 മുതൽ ജാനുവരി 1 വരെ ഫ്രീ കരിയർ കൗൺസിലിംഗ് അല്ല നടക്കുന്നത്. എൻ്റെ അനിയനെ അവിടെ ഉണ്ട്. പിള്ളേരുടെ ഭാവി തീരുമാനിക്കുന്ന അമ്മമാർക്ക് ഈ പ്രിപ്പ് അക്കാഡമി ഒരു അടിയാവൂല്ലോടെ. തീർച്ചയായും. നീ എല്ലാത്തിനും എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടെന്ന് സാറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓജോ ബോർഡൊക്കെ കളിച്ച് സാറിനെ വിളിച്ചു വരുത്തിയത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇനി പോയിക്കോ. അങ്ങനെ അങ്ങ് പോയാലോ? ഏഷ്യയുടെ വിളിച്ചെന്നറിയപ്പെടുന്നത് ആര്? 150 പ്രാവശ്യം എംപോസിഷൻ എഴുതിയിട്ട് പോയാ മതി.